ഉറപ്പായിട്ട് സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് 100%. പുതിയ പടമാണോ പഴയ പടമാണോ? പുതിയ ജനറേഷന്റെ പടമാണോ പഴയ ജനറേഷൻ? എല്ലാ ജനറേഷനും കാണാൻ പറ്റിയ പടമാണ്. നല്ല സിനിമ, അടിപൊളി സിനിമ. എല്ലാവരും കോംബോ വർക്കായി, ഫ്രണ്ട്ഷിപ്പ് കോംബോ വർക്കായി, ലവ് കോംബോ വർക്കായി, മൊത്തത്തിലെല്ലാം നല്ല രസമുണ്ടായിരുന്നു. മാത്യുവിന് അധികം വേഷം കിട്ടിയില്ല എന്നൊരു വിഷമമുണ്ട്. മാത്യുവിന് ഫാനല്ല, പക്ഷെ അവരെ കുറച്ചൊരു ഫ്രണ്ട്ഷിപ്പ് പ്രതീക്ഷിച്ചു. ഇതിൽ ട്രെയിലറിൽ കണ്ടപ്പോൾ അവരെ ഫ്രണ്ട്ഷിപ്പ് പ്രതീക്ഷിച്ചു, അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇടയ്ക്ക് കോമഡി കുറച്ച് വളുപ്പമാണെന്ന് തോന്നി. അല്ലെങ്കിൽ നല്ലൊരു എൻ്റർടൈനറാണ്. റോങ് കോം ഫിലിമാണ്. ഫസ്റ്റ് ഹാഫ് കോമഡി ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് റൊമാൻസ് ആണ്. മമിത നസ്രീന കോമ്പിനേഷനാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഇന്നത്തെ യൂത്തിന് ഇഷ്ടപ്പെടും. സോങ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം കോമഡി എല്ലാം ഉണ്ട്. പക്ഷെ ചിലപ്പോൾ കോമഡി കുറച്ച് വളുപ്പമായി തോന്നും. ആ പ്രോബ്ലം ചാവട്ടെ എന്ന് പറഞ്ഞു. ഫാമിലി മൊത്തത്തിൽ പറഞ്ഞിരുന്നു ഇത് കുറച്ചും കൂടി യൂത്ത് മാത്രമല്ല ഫാമിലി എലമെന്റ് കാര്യങ്ങൾ വന്നിട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് പടം റോങ് കോം ആണ്. തമാശ ആർക്കാ ഇഷ്ടമല്ലാത്ത? ഫാമിലിക്കാണെങ്കിലും യൂത്തിനാണെങ്കിലും തമാശ നല്ലപോലെ ഇഷ്ടമാണല്ലോ. ആർക്കാ ചിരിക്കാൻ ഇഷ്ടമല്ലാത്ത? എല്ലാ ഇതിലുള്ള കാറ്റഗറിയിലുള്ളവർക്കും വർക്കാവുന്ന തന്നെയാണ് വിശ്വാസം. അല്ല, എൻ്റെ കഥാപാത്രം ഇതിനകത്ത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നുവെച്ചാൽ ലൈക്ക് നമ്മൾ മൂവി പോകുമ്പോഴത്തേക്കും നമുക്കറിയില്ലല്ലോ, എഡിറ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറേ കട്ടായിപ്പോയി. പക്ഷെ എന്നാലും സ്റ്റിൽ ഇത്രയും നല്ലൊരു ടീമിൻ്റെ ഭാഗമാവാൻ സാധിച്ചത്. തിയേറ്ററിൽ നല്ല ചിരി ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ ആയിരിക്കും ഇനിയും മുമ്പോട്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കോമഡിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് കോമഡി. നമുക്കൊരു യാതൊരു ബോറടിക്കുന്നില്ല. ലാസ്റ്റ് വരെ നല്ലതുപോലെ ഞാനിരുന്ന് എൻജോയ് ചെയ്തു, ഞാനും എൻ്റെ ഫാമിലി. യൂത്തിന്റെ സിനിമ എന്ന് പറഞ്ഞത്, പക്ഷേ ചേട്ടന് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഫാമിലിക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. യൂത്തിൻ്റെ ഫിലിം എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഫിലിം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? നല്ല സിനിമ കേട്ടോ. നല്ലൊരു എൻ്റർടൈനർ ആണ്. പുള്ളിയുടെ 2 പടങ്ങളും പോലെ തന്നെ നല്ലൊരു എൻ്റർടൈനർ. ആദ്യം തൊട്ട് അവസാനം വരെ ഒരു മടുപ്പുമില്ല കണ്ടുകൊണ്ടിരിക്കുക. നല്ല ഒരു ലാഗുമില്ല. നല്ല കോമഡി. അവസാനം വരെ ചിരിച്ചോണ്ടാണ് പറഞ്ഞത്. നല്ല കോമ്പോ. അവസാനം 2 പേരും നന്നായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. മാത്യു കുറച്ച് നേരം ഉള്ളൂ, എന്നാലും മാത്യു ചെയ്ത റോള് നന്നായിട്ടുണ്ട്. ഒരു 15 മിനിറ്റുകളിൽ മാത്യു ഇല്ല, ചെയ്തത് നന്നായിട്ടുണ്ട്. മാത്യു അടിപൊളി. ചെറുതായി വന്നൊരു വലിയ ഹിറ്റടിക്കും. ഇത് തന്നെ ഹിറ്റടിക്കും, ഉറപ്പാണ്. നല്ല പഴയ തണ്ണീർമത്തനൊക്കെ പോലെ പയ്യെ കത്തി കയറി പോട്ടു കേട്ടോ. ഓക്കെ. മാത്യു തോമസിന് കുറച്ച് റോൾ എടുത്തിട്ടുള്ളൂ, അത് നല്ലോണം ചെയ്തിട്ടുണ്ട്. അത് കോമഡിയൊക്കെ ഇഷ്ടമായി. മാത്യു തോമസിന്റെ ഫാനാണ്. അല്ലല്ല, ഇവർക്ക് രണ്ടുപേരും അഭിനയിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ വന്നാണ്. കുഴപ്പമില്ല, ഫ്രണ്ട്ഷിപ്പായിട്ട് കാണാം പടം.